പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ രണ്ട് ലോകങ്ങളിലും തൻ്റെ അനുഗ്രഹങ്ങളും മനോഗുണവും എന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ഈ കാലഘട്ടത്തിൽ വാസ്തവത്തിൽ മനുഷ്യൻ്റെ പ്രാർത്ഥനകളെല്ലാം അനുഗ്രഹത്തിനായി ഭവിക്കുവാൻ എന്താണ് മാർഗം? പ്രധാനമായിട്ട് ഞാൻ നിങ്ങളോട് 7 തരത്തിലുള്ള ഒരു അനുഗ്രഹത്തിൻ്റെ ഒരു വഴി പറയാൻ ഉദ്ദേശിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, മഹത്വമുള്ളവനായ മാലാഖി പ്രവാചകൻ്റെ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ തിരുവചനം ഇങ്ങനെയാണ്. കർത്താവ് പഠിപ്പിക്കുന്നു, നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലം മുതൽ എൻ്റെ കൽപ്പനകളിൽ നിങ്ങൾ വ്യതിചലിച്ചു, അവ അനുഷ്ഠിച്ചില്ല. ഇന്നും ദൈവം എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും പറയുന്ന വലിയ ഒരു വിലാപമാണിത്. നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലം മുതൽ, ഇന്നും ഇന്നലെയുമല്ല, നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലം മുതൽ എൻ്റെ കൽപ്പനകളിൽ നിന്ന് നിങ്ങൾ വ്യതിചലിച്ചു, അവ അനുഷ്ഠിച്ചില്ല. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെടണമെന്നും ഐശ്വര്യത്താൽ നിറയണമെന്നും നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങളെ സംഭവിപ്പിക്കണമെന്നും നമുക്കൊരു ആഗ്രഹമുണ്ട്, ഒരു വാശിയുണ്ട്, ഒരു ശാഠ്യമുണ്ട്. എന്നാൽ എന്തുകൊണ്ട് അത് സാധിക്കുന്നില്ല? ദൈവം അവിടെ കൽപ്പിക്കുകയാണ്, നിങ്ങൾ എൻ്റെ കൽപ്പനകൾ അനുഷ്ഠിക്കുന്നില്ല. നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലം മുതൽ നിങ്ങൾ അനുഷ്ഠിക്കുന്നില്ല. നിങ്ങളോടുമാണ് ദൈവം ഇന്ന് പറയുന്നത്. എന്നിട്ട് പറയുകയാണ്, ദൈവം കൽപ്പിക്കുന്നു, നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരുവീൻ. ദൈവം കൽപ്പിക്കുന്നു, സ്റ്റിൽ ഇനിയും ഞാൻ നിങ്ങളെ വിളിക്കുകയാണ്. നിങ്ങളെ പരിത്യജിക്കുകയല്ല, നിങ്ങളെ ഉപേക്ഷിക്കുകയല്ല, നിങ്ങളെ വീണ്ടും ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവം പറയുന്നു, നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരുവീൻ, അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരാം. നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരുവീൻ, ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് മടങ്ങി വരാം. എന്നാൽ നിങ്ങൾ ചോദിക്കുന്നു, എങ്ങനെയാണ് ഞങ്ങൾ മടങ്ങി വരേണ്ടത്? എങ്ങനെയാണ് ഞങ്ങൾ മടങ്ങി വരേണ്ടത്? അനുഗ്രഹിക്കപ്പെട്ടവരെ, ദൈവം നമ്മിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വചനത്തിലൂടെ, മാലാഖിയുടെ പ്രവചനത്തിലൂടെ സർവശക്തനായ ദൈവം ഒരു വലിയ വാസ്തവം വെളിപ്പെടുത്തുകയാണ്. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ മടങ്ങി വരണം. എങ്ങനെയാണ് ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരേണ്ടത് എന്ന് പഠിപ്പിക്കുന്നു. കർത്താവ് എനിക്ക് മാറ്റമില്ല, അതുകൊണ്ട് യാക്കോബിൻ്റെ സന്തതികളെ, നിങ്ങൾ പൂർണ്ണമായി സംഹരിക്കപ്പെട്ടിട്ടില്ല. ഇനിയും ഞാൻ അചഞ്ചലനാണ്, മാറാത്ത ദൈവമാണ്, മാറ്റമില്ലാത്തവനാണ്. കർത്താവായി എനിക്ക് മാറ്റമില്ല. അനുഗ്രഹിക്കപ്പെട്ടവരെ, ദൈവത്തിന് മാറ്റമില്ലെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതികൾക്കോ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾക്കോ ഒരിക്കലും മാറ്റമില്ലെന്ന് ഈ തിരുവചനം സാക്ഷിക്കുകയാണ്. കർത്താവായി എനിക്ക് മാറ്റമില്ല. ദൈവത്താൽ സമൃദ്ധമായി അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ വാഗ്ദാനം ഒരിക്കലും മാറാത്തതാണെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. കർത്താവായി എനിക്ക് മാറ്റമില്ല, അതായത് ദൈവവുമായി ഒരു ദൃഢമായ ബന്ധം സ്ഥാപിച്ചെടുക്കണമെന്നാണ് ദൈവം അവിടെ ആവശ്യപ്പെടുന്നത്. ഒരു നല്ല റിലേഷൻഷിപ്പ്, ഒരു നല്ല സൗഹൃദം, സുരക്ഷിതമായൊരു ബന്ധം സ്ഥാപിതമാകണമെന്ന് ദൈവം പറയുന്നു. നിങ്ങൾ ഇങ്ങനെ മടങ്ങി വരണം, ഒരു ഗാഢമായ ആ ബന്ധത്തിലേക്ക് തിരിച്ചു വരണം. സാധാരണ നമുക്കറിയാം, ഇന്ന് പല മനുഷ്യരും എത്രയേറെ പരിശ്രമിച്ചിട്ടും ചിലരുടെ കൈകൾ ഓട്ടയാകുന്നു, അഥവാ പോക്കറ്റ് ഓട്ടയാകുന്നു, കാലിയാകുന്നു. എത്രയേറെ അധ്വാനിച്ച് പണം നേടിയിട്ടും അഭിവൃദ്ധിയിലേക്കോ ഐശ്വര്യത്തിലേക്കോ മനുഷ്യന് പ്രവേശിക്കാൻ കഴിയുന്നില്ല. എന്താ ഇതിൻ്റെ കാരണം? അതിൻ്റെ കാരണമാണ് ദൈവം മാലാഖിയുടെ പ്രവചനത്തിലൂടെ വ്യക്തമായി പറഞ്ഞത്, നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരുവീൻ, ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരാം. നല്ല ഒരു ദൃഢമായ ബന്ധത്തിന് ദൈവം ആഹ്വാനം നൽകുകയാണ്. നിങ്ങൾ ദശാംശം മുഴുവൻ
കലവറയിലേക്ക് കൊണ്ടുവരുവീൻ. എൻ്റെ ആലയത്തിൽ ഭക്ഷണമുണ്ടാകട്ടെ. ഞാൻ നിങ്ങൾക്കായി സ്വർഗ കവാടങ്ങൾ തുറക്കും. ദൈവം കൽപ്പിക്കുകയാണ്. ഒന്നാമത്തെ അനുഗ്രഹം, നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വന്നാൽ, അതായത് ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ, എൻ്റെ മനസ്സിൽ ഞാൻ നിങ്ങളെ വിഭാവനം ചെയ്യുന്ന പോലെ നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വന്നാൽ സ്വർഗം തുറക്കപ്പെടും. ഒന്നാമത്തെ അനുഗ്രഹമാണ് സ്വർഗം തുറക്കപ്പെടും. സ്വർഗം തുറക്കപ്പെട്ടാൽ അനുഗ്രഹത്തിൻ്റെ ഉറവ അനർഗളമായി ഒഴുകിക്കൊണ്ടേയിരിക്കും. നോക്കൂ, രണ്ടാമത്തെ അനുഗ്രഹം നിറവടിയായി ഒഴുകിക്കൊണ്ടേയിരിക്കും. ഇതിന് വേണ്ടത് ദൈവം ചോദിക്കുന്നു, നിങ്ങളുടെ പക്കലുള്ളത് എങ്കിലേക്ക് തരിക. ദശാംശം ആലയത്തിലേക്ക് കൊണ്ടുവരുവീൻ. എൻ്റെ ആലയത്തിൽ ഭക്ഷണമുണ്ടാകട്ടെ. ദൈവത്തിൻ്റെ ആലയത്തിൽ ദൈവത്തിൻ്റെ ജനത്തിന്, ദൈവത്തിൻ്റെ ശുശ്രൂഷകന്, ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് സമൃദ്ധി ഉണ്ടാകട്ടെ. നിങ്ങൾക്കുള്ളത് നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരുവീൻ. ദൈവം കൽപ്പിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ സ്വർഗം തുറക്കപ്പെടുന്നു, അനുഗ്രഹം വർഷിക്കുകയാണ്, സമൃദ്ധമായിട്ട് അനർഗളമായി ഒഴുകുകയാണ്. അങ്ങനെ പുരോഗതി പ്രാപിക്കുകയാണ്. മൂന്നാമതായിട്ട് എന്താ പറയുന്നത്? ഞാൻ നിങ്ങൾക്ക് വേണ്ടി വെട്ടുക്കിളികളെ ശാസിക്കും. നിങ്ങൾക്കെതിരെ നിൽക്കുന്ന, നിങ്ങൾക്ക് ഉപദ്രവം വരുന്ന സകലതിനെയും ഞാൻ നിഷ്കാസനം ചെയ്യും. അതായത് പിശാചിനെയും അവൻ്റെ ഉപദ്രവങ്ങളെയും ഞാൻ പുറത്താക്കി കളയും. മൂന്നാമത്തെ അനുഗ്രഹം അതാണ്. നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വന്നാൽ, ദശാംശം എൻ്റെ ആലയത്തിലേക്ക് കൊണ്ടുവന്നാൽ, നിങ്ങൾക്കുള്ളത് നിങ്ങൾ പൂർണ്ണമായി എനിക്ക് സമർപ്പിച്ചാൽ, ഒന്ന്, സ്വർഗം തുറക്കപ്പെടും. രണ്ട്, അനുഗ്രഹം വർഷിച്ച് വലിയ ഒഴുക്കായി പ്രവാഹമായി തുടരും. മൂന്ന്, പിശാചിനെ ഓടിക്കും. നിനക്കെതിരെ നിൽക്കുന്ന മുഴുവൻ ശത്രു സൈന്യങ്ങളെയും ഇല്ലായ്മ ചെയ്യും. നീ ഇപ്പോൾ ബാധയിലായിരിക്കുന്ന ഏതെങ്കിലും വിധത്തിലുള്ള ഉപദ്രവത്തിലോ പീഡയിലോ രോഗത്തിലോ ഞെരുക്കത്തിലോ ആയിരിക്കുന്നെങ്കിൽ അതിനെ ഞാൻ ശാസിക്കും. ദൈവം പറയാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി വെട്ടുക്കിളികളെ ശാസിക്കും. അവ നിങ്ങളുടെ ഭൂമിയിലെ ഫലങ്ങൾ നശിപ്പിക്കുകയില്ല. നീ സുരക്ഷിതനായിരിക്കും. ഇനി പറയുകയാണ്, നിങ്ങളുടെ വയലുകളിലെ മുന്തിരിച്ചെടികൾ ഫലശൂന്യമാവുകയില്ല. അതായത് നീ അധ്വാനിക്കുന്നത് മുഴുവൻ ഫലമടിയും. നീ എത്രയേറെ പ്രയത്നിച്ചുവോ അത്രയേറെ നിനക്ക് അനുഗ്രഹത്തിൻ്റെ, നിൻ്റെ വരുമാന മാർഗങ്ങൾ സമർത്ഥമായി വർദ്ധിച്ചു വരും. നോക്കൂ, നാലാമത്തെ അനുഗ്രഹമാണ് പറയുന്നത്, നിൻ്റെ വരുമാന മാർഗങ്ങൾ സമർത്ഥമായി അനുഗ്രഹിക്കപ്പെടും. അനുഗ്രഹീതരെന്ന് ജനതകൾ നിന്നെ വിളിക്കും. നോക്കൂ, അനുഗ്രഹീതനെന്ന്, അതായത് നീ ഏർപ്പെടുന്ന തലം, നീ അധിവസിക്കുന്ന നിൻ്റെ കുടുംബം, നിൻ്റെ വീട് അനുഗ്രഹിക്കപ്പെടും. നീ ആരോട് ഇടപെടുന്നുവോ അവിടെയെല്ലാം സ്വസ്ഥതയും സമാധാനവും സന്തോഷവും നിറവടിയായി ഉണ്ടാകും. ദൈവം കൽപ്പിക്കുന്നു. ആറാമത്തെ അനുഗ്രഹം എന്താണ്? നിൻ്റെ ദേശം അനുഗ്രഹിക്കപ്പെടും. നിൻ്റെ വീടും നീ ഇടപെടുന്നവർ മാത്രമല്ല, നീ വസിക്കുന്ന സ്ഥലം അനുഗ്രഹിക്കപ്പെടും. ഇറ്റ് ഈസ് ഓൺലി ബിക്കോസ് ഓഫ് യു. നീ ഒറ്റയാൾ മുഖാന്തരം മാത്രം. ദൈവം കൽപ്പിക്കുകയാണ്. ഏഴാമത്തെ അനുഗ്രഹം ഇതാണ്, നിങ്ങളുടെ ദേശം അനുഗ്രഹിക്കപ്പെടും. നീ ആയിരിക്കുന്ന എല്ലാ മേഖലകളിലും ദൈവ സമൃദ്ധി ഉണ്ടാകും, ദൈവനാമം മഹത്വപ്പെടും. അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ 7 അനുഗ്രഹങ്ങളെ സ്വായത്തമാക്കാൻ, സ്വന്തമാക്കാൻ ദൈവം നമ്മോട് ആവശ്യപ്പെടുകയാണ്. നിൻ്റെ കയ്യിലുള്ളത് നീ എൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരിക. ദശാംശം മുഴുവനും എൻ്റെ ആലയത്തിലേക്ക് കൊണ്ടുവരുവിൻ. സാധാരണയായിട്ട് ഇങ്ങനെ കൊടുക്കാൻ മനുഷ്യൻ മടി കാണിക്കുന്നവരാണ്. അപ്പോസ്തല പ്രവർത്തികൾ 20-ാം അധ്യായത്തിൻ്റെ 35-ാമത്തെ തിരുവചനത്തിലൂടെ ദൈവം നമ്മോട് ബോധ്യപ്പെടുത്തുകയാണ്. അധ്വാനിച്ചുകൊണ്ട് ബലഹീനരെ സഹായിക്കണമെന്ന് കാണിപ്പാൻ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് ഞാൻ മാതൃക നൽകിയിട്ടുണ്ട്. സ്വീകരിക്കുന്നതിനേക്കാൾ കൊടുക്കുന്നതാണ് ശ്രേയസ്കരമെന്ന് പറഞ്ഞ
കർത്താവ് യേശുവിൻ്റെ വാക്കുകൾ നിങ്ങളെ ഞാൻ അനുസ്മരിപ്പിക്കുന്നു. ശ്ലീഹ, പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ വ്യക്തമായിട്ട് ബോധ്യപ്പെടുത്തുകയാണ്. ശ്ലീഹന്മാരുടെ നടപ്പുകളുടെ പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 35-ാമത്തെ തിരുവചനം, അധ്വാനിച്ചുകൊണ്ട് ബലഹീനരെ സഹായിക്കണമെന്ന് കാണിപ്പാൻ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് ഞാൻ മാതൃക നൽകിയിട്ടുണ്ട്. പരിശുദ്ധനായ ശ്ലീഹ വ്യക്തമായി ഇപ്പോൾ നമ്മൾ കണ്ട മലാഖിയുടെ തിരുവചനത്തിൻ്റെ പൂർണ്ണമായ നടത്തിപ്പ് നടത്തി കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ടാണ് പറയുന്നത്, സ്വീകരിക്കുന്നതിനേക്കാൾ കൊടുക്കുന്നതാണ് ശ്രേയസ്കരമെന്ന് കൽപ്പിച്ച കർത്താവ് യേശുമിശിഹായുടെ വാക്കുകളെ ഞാൻ അനുസ്മരിപ്പിക്കട്ടെ. സ്വീകരിക്കുന്നതിനേക്കാൾ കൊടുക്കുന്നതാണ് ശ്രേയസ്കരമെന്ന് കർത്താവ് പറയുന്നത് എവിടെയാണ്? നോക്കൂ, ശുദ്ധമുള്ള മത്തായിയുടെ രക്ഷാസുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ തിരുവചനത്തിൽ കർത്താവ് വ്യക്തമായി കൽപ്പിച്ചു. ശുദ്ധമുള്ള മത്തായി 10-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ തിരുവചനം കർത്താവ് തൻ്റെ ശ്ലീഹന്മാരെ ഭരമേൽപ്പിക്കുകയാണ്. രോഗികളെ സുഖപ്പെടുത്തുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുകയും പിശാചുക്കളെ ബഹിഷ്കരിക്കുകയും ചെയ്യുവീൻ. ദാനമായി നിങ്ങൾക്ക് കിട്ടി, ദാനമായി തന്നെ കൊടുക്കുവീൻ. നിങ്ങൾക്ക് ലഭിച്ചത് നിങ്ങൾ മറ്റുള്ളവർക്ക് വിഭാഗിച്ചു കൊടുക്കുവീൻ. അത് ദൈവിക നൽവരങ്ങൾ മാത്രമല്ല, നീ എന്ത് നിനക്ക് ലഭിച്ചിരിക്കുന്നുവോ നീ മറ്റുള്ളവരിൽ നിന്ന് സ്വീകരിക്കുന്നതിനേക്കാൾ അഭികാമ്യം, ശ്രേയസ്കരം മറ്റുള്ളവർക്ക് കൊടുക്കുന്നതാണ്. ഇത് മാത്രമല്ല, കർത്താവ് നമ്മോട് കൽപ്പിക്കുന്നുണ്ട്. ശുദ്ധമുള്ള മർക്കോസിൻ്റെ രക്ഷാസുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ തിരുവചനത്തിൽ, അതായത് അപ്പം വർദ്ധിപ്പിക്കുന്ന സംഭവത്തിൽ, അവിടെ കർത്താവ് യേശുമിശിഹ വ്യക്തമായിട്ട് പറയുന്നു. കർത്താവ് യേശുമിശിഹ പറയുകയാണ്, എനിക്ക് ഈ ജനത്തോട് അനുകമ്പ തോന്നുന്നു. ഇവർ 3 ദിവസമായി എന്നോട് കൂടെയാണ്. ദൈവത്തോട് കൂടെ ആയിരിക്കുന്നവരിൽ ദൈവത്തിന് അനുകമ്പയും മനസ്സലിവും തോന്നുന്നു. അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മുടെ കാര്യങ്ങളെല്ലാം തീർത്ത് ജോലിഭാരങ്ങളൊക്കെ തികച്ച് നമ്മുടെ ഡ്യൂട്ടിയൊക്കെ പൂർത്തിയാക്കിയിട്ടല്ല കർത്താവിനെ അന്വേഷിക്കേണ്ടത്. കർത്താവിനെ അന്വേഷിക്കുമ്പോൾ നമ്മുടെ ഡ്യൂട്ടികളെല്ലാം നമുക്ക് പൂർത്തിയാക്കാൻ വളരെ സുഗമമായി സാധിക്കും. ഇവിടെ 3 ദിവസമായിട്ട് ഈ ജനം എന്നോട് കൂടെയാണ്, അവർക്ക് ഭക്ഷിപ്പാനൊന്നുമില്ല. ദൈവം കരുണയുള്ളവനാണ്, കരുതലുള്ളവനാണ്, ആർദ്രതയുള്ളവനാണ്. ആ ദൈവം പറയുന്നു, ഈ ജനത്തിനെ മുഴുവനും പോഷിപ്പിക്കണം. ശ്ലീഹന്മാർ കൈമലർത്തി, അയ്യോ, ഈ വിജന സ്ഥലത്ത് ഇവർക്കെല്ലാം അപ്പം കൊടുക്കുന്നത് എങ്ങനെ സാധിക്കും? ഇത് അങ്ങ് എന്താണ് കൽപ്പിക്കുന്നത്? ശിഷ്യന്മാർ വലിയൊരു പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുകയാണ്. അവരുടെ കയ്യിൽ അതിന് തക്കതായ വിഭവങ്ങളോ സാമഗ്രികളോ ഇല്ല. ഉടനെ അവൻ ചോദിച്ചു, നിങ്ങളുടെ പക്കൽ എത്ര അപ്പമുണ്ട്? നിങ്ങളുടെ കയ്യിലുള്ളത് നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരുവീൻ. അവൻ ജനക്കൂട്ടത്തോട് നിലത്തിരിക്കാൻ കൽപ്പിച്ചു. അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മുടെ കയ്യിലുള്ളത് നമ്മുടെ ആവശ്യത്തിന് പര്യാപ്തമാകാത്ത വിധത്തിലാണെങ്കിൽ, നമുക്ക് തന്നെ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുന്നില്ലാത്ത വിധത്തിലാണ് നമ്മുടെ കയ്യിലുള്ള റിസോഴ്സ് എങ്കിൽ, അതിനെ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്? മറ്റുള്ളവർക്ക് കൊടുത്താൽ നമുക്കുണ്ടാകുമോ? നമുക്കില്ലാതെ എങ്ങനെ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കും? ഇതൊക്കെ സാധാരണ മനുഷ്യരുടെ ചിന്തയാണ്. ശിഷ്യന്മാരും അതുതന്നെയാണ് ചിന്തിച്ചത്. എങ്ങനെ കൊടുക്കും ഈ വലിയ ജനത്തിന്, അതും ഈ വിജനമായ സ്ഥലത്ത്? ഒന്നും കിട്ടാനില്ല, ലഭ്യമല്ല ഒന്നും. ഈ സ്ഥിതിയിൽ എന്ത് ചെയ്യും? നോക്കൂ അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ ഇതുപോലുള്ള വിജനതയെ അഭിമുഖീകരിക്കുന്നവരാണ്. സാമ്പത്തികമായ ഇല്ലായ്മ എന്ന വിജനത, രോഗത്തിൻ്റെ മാറാത്ത ഒരു വല്ലാത്ത വിജനത, കുടുംബത്തിലെ അസ്വസ്ഥത വിട്ടുപോകാത്തൊരു വലിയ വിജനത. എന്തു ചെയ്യും? ഇതിനെ അതിജീവിക്കാൻ ഇനി മാർഗമില്ല. അനുഗ്രഹിക്കപ്പെട്ടവരെ, ദൈവം കരുണാമയനും കരുതുന്നവനുമാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങളുടെ പക്കൽ എന്തുണ്ട്
അത് എൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരുവീൻ. ആ സ്ലീഹന്മാർ അവരുടെ അന്വേഷിച്ചപ്പോൾ 7 അപ്പവും കുറച്ച് ചെറുമീനും മാത്രമാണ് അവരുടെ കയ്യിലുണ്ടായിരുന്നത്. അവൻ 7 അപ്പം എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് മുറിച്ച് ശിഷ്യന്മാരുടെ പക്കൽ ഏൽപ്പിച്ചു. അനുഗ്രഹിക്കപ്പെട്ടവരെ, ശക്തനായ ദൈവം, വലിയവനായ ദൈവം ഏത് വിജനതയിലും, ഏത് ഇല്ലായ്മയിലും, ഏത് പ്രതിസന്ധിയിലും നന്മയിലേക്ക് നമ്മെ കരുതി കൈപിടിച്ച് സമർത്ഥമായി അനുഗ്രഹിക്കുന്നവരാണ്. ഇവിടെ പറയുകയാണ്, മലാഖയുടെ പ്രവചനത്തിൽ നമ്മൾ കണ്ടു, നിങ്ങൾ ദശാംശം എൻ്റെ ആലയത്തിലേക്ക് കൊണ്ടുവരട്ടെ. അപ്പോൾ ഒന്നാമതെന്താണ്? സ്വർഗം തുറക്കപ്പെടും. നിങ്ങൾ അതിനുള്ള മനസ്സ് നിങ്ങളുടെ മനസ്സ് തുറക്കുമ്പോൾ സ്വർഗം സന്തോഷിക്കുകയാണ്, സ്വർഗം തുറക്കപ്പെടുകയാണ്. നിങ്ങളുടെ പക്കലുള്ളത് ഒരുപക്ഷെ നമുക്ക് സാമ്പത്തികമായി മുഴുവൻ കൊടുക്കാൻ നമ്മുടെ കയ്യിലുണ്ടാകില്ല. എന്നാൽ നമ്മുടെ ആത്മാവും നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിക്കാം. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ 7 അപ്പം ആരോ കൊണ്ടുവന്നതാണ്. അത് വേണ്ട രീതിയിൽ പാകം ചെയ്യപ്പെട്ടതായിരിക്കില്ല. അത് കരിഞ്ഞതാകാം, പഴകിയതാകാം, അഴുക്ക് പിടിച്ചതാകാം. മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ രുചികരമായിരിക്കണമെന്നില്ല. സ്നേഹമുള്ളവരെ, കരുണാമയനായ ദൈവം കൽപ്പിക്കുന്നു, നിൻ്റെ പക്കലുള്ളത് നീ എൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരിക. നീ അനുഗ്രഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ഐശ്വര്യത്തിലും സമൃദ്ധിയിലും ജീവിക്കാൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ, മറ്റുള്ളവർ നിന്നെ അനുഗ്രഹിതെന്ന് വിളിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നെങ്കിൽ, നിൻ്റെ കയ്യിലുള്ളത് നീ എൻ്റെ അടുക്കിലേക്ക് തരിക. അതാണ് ദൈവം ഇന്നും എന്നോടും നിങ്ങളോടും ആവശ്യപ്പെടുന്നത്. വലിയ നല്ല ഒരു മനസ്സോടുകൂടെ, നല്ലൊരു ആഗ്രഹത്തോടുകൂടെ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാൻ നമ്മൾ മനസ്സ് വയ്ക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെടുകയാണ്. ഇവിടെ ശിഷ്യന്മാർ ആ 7 അപ്പം കണ്ടെത്തി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ചപ്പോൾ അത് കൊണ്ടുവന്നവൻ സമർത്ഥമായി അനുഗ്രഹിക്കപ്പെട്ടു. അതിനെ എടുത്ത് കർത്താവിൻ്റെ സന്നിധിയിലെത്തിച്ച ശിഷ്യന്മാർ അനുഗ്രഹിക്കപ്പെട്ടു. അവർ മുഖാന്തരം അനേകം ജനതകൾ, അനേകം വ്യക്തികൾ, ആയിരക്കണക്കിന് ആളുകൾ സമർത്ഥമായി തൃപ്തരായി അനുഗ്രഹിക്കപ്പെടുകയാണ്. കർത്താവ് എന്നോടും നിങ്ങളോടും ആവശ്യപ്പെടുന്നത്, നിൻ്റെ പക്കലുള്ളത് നീ എൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരിക. ദൈവം കൽപ്പിക്കുന്നു. മലാഖിയുടെ ലേഖനത്തിൽ വ്യക്തമായിട്ട് പറയുകയാണ്, നിങ്ങൾ പരീക്ഷിച്ച് നോക്കുവിൻ. ദൈവം ഒരു വെല്ലുവിളി നടത്തുക, ഒന്ന് പരീക്ഷിച്ച് നോക്ക്. മലാഖിയുടെ പ്രവചനം 3-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ തിരുവചനം എങ്ങനെയാണ്? സ്വർഗം തുറന്ന് അനുഗ്രഹം വർഷിക്കുകയില്ല എന്ന് നിങ്ങൾ പരീക്ഷിക്കുവീൻ, സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. അതെ, അനുഗ്രഹിക്കപ്പെട്ടവരെ, എനിക്കും നിങ്ങൾക്കും ഇതൊരു പരീക്ഷണമായി ദൈവം ഒരു ചലഞ്ച്, ഒരു വലിയ വെല്ലുവിളി ഉയർത്തിയിരിക്കുകയാണ്. നീ ഒന്ന് പരീക്ഷിച്ച് നോക്ക്. നിൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടാൻ നിൻ്റെ പക്കലുള്ളത് നീ എൻ്റെ അടുക്കലേക്ക് സമർപ്പിക്കുക. ഇന്നും ദൈവം ആവശ്യപ്പെടുകയാണ്. പല കുടുംബങ്ങളും ഇന്ന് ദാരിദ്ര്യത്തിൽ ജനിച്ച്, ദാരിദ്ര്യത്തിൽ വളർന്ന്, ദാരിദ്ര്യത്തിൽ പെട്ടുപോകുന്ന, തീർന്നു പോകുന്ന, മരിച്ചു പോകുന്ന പല വ്യക്തികളെയും നമുക്കറിയാം. അടിസ്ഥാനം ഒരുപക്ഷെ ഇത് തന്നെയാകാം. അവർ എത്രയേറെ അധ്വാനിച്ചിട്ടും അതിൽ നിന്ന് ഒരു നേട്ടവും ഐശ്വര്യവും കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ അടിസ്ഥാന കാരണം ഇതാകാം. ദൈവത്തിന് സമർപ്പിക്കുക. ദശാംശം ദൈവത്തിന് സമർപ്പിക്കുക. ദശാംശം ഭൂമിയിൽ ആവശ്യമുള്ളവർക്ക് സമർപ്പിക്കുക. ആർക്കാണ്, എവിടെയാണ്, എങ്ങനെയാണ് ദശാംശം കൊടുക്കേണ്ടതെന്നൊക്കെ വിശുദ്ധ വേദപുസ്തകത്തിൽ ഉടനീളം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ദശാംശത്തിന് അർഹതയുള്ളവർ ആരാണ്, എങ്ങനെയാണ് ദശാംശം കൊടുക്കേണ്ടത്? യോശുവയുടെ പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ കാണുകയാണ്. അവൻ പറഞ്ഞു, വളരെയധികം കന്നുകാലികൾ, വെള്ളി, സ്വർണം, പിച്ചള, ഇരുമ്പ്, വസ്ത്രങ്ങൾ എന്നിവയോടുകൂടെ സമ്പന്നരായി നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകുവീൻ. ഇന്ന്
ഇതിനു വേണ്ടി നമ്മൾ ആഗ്രഹിക്കുമ്പോൾ, ഇതിനു വേണ്ടി നമ്മൾ പരിശ്രമിക്കുമ്പോൾ, സമ്പന്നരായി മടങ്ങിപ്പോകാൻ ആഗ്രഹിച്ച് പ്രവർത്തിക്കുമ്പോൾ ഫലശൂന്യമായി ദരിദ്രരായി പിരിഞ്ഞു പോകുന്നെങ്കിൽ അടിസ്ഥാന കാരണം മറ്റൊന്നുമല്ല. ദൈവം നമ്മൾ ആരെയും ദരിദ്രരായി, അവശരായി, ഇല്ലാത്തവരായി വിടാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് തിരുവചനത്തിലൂടെ നമ്മൾ കാണുകയാണ്. അനുഗ്രഹിക്കാൻ ഒരുക്കമുള്ളവനായ ദൈവം, സമൃദ്ധിയിലേക്ക്, ഐശ്വര്യത്തിലേക്ക് വഴി നടത്താൻ ഒരുക്കമുള്ളവനായ ദൈവം നമ്മോട് ഒറ്റ കാര്യമാണ് ആവശ്യപ്പെടുന്നത്: നിനക്കുള്ളത് നീ എൻ്റെ അടുക്കലേക്ക് സമർപ്പിക്കുക, പൂർണ്ണമായി സമർപ്പിക്കുക. ആർക്കെല്ലാം ദശാംശം കൊടുക്കണം എന്നൊക്കെ ഉൽപ്പത്തി 14-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. പുരോഹിതന് എബ്രഹാം ദശാംശം കൊടുത്തു. ഉൽപ്പത്തി 28-ൻ്റെ 22 നമ്മൾ കാണുന്നു, യാക്കോബ് ദേവാലയത്തിന് ദശാംശം കൊടുത്തു. ലേവ്യ പുസ്തകത്തിൽ 27-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വചനം നമ്മൾ കാണുകയാണ്, എല്ലാത്തിൽ നിന്നും ദശാംശം കർത്താവിനുള്ളത്. ഇനിയും സംഖ്യാപുസ്തകം 18-ാം അധ്യായം 21-ാമത്തെ ദിനം നമ്മൾ കാണുകയാണ്, പുരോഹിതന് ദശാംശം കൊടുക്കണം. ആവർത്തന പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ ദിനം നമ്മൾ കാണുകയാണ്, ദശാംശവും നേർച്ച കാഴ്ചകളും കൊണ്ടുവരണം. ഫലങ്ങളുടെ എല്ലാ ദശാംശം അത് സൂക്ഷിച്ചു വെക്കണം, എന്നിട്ടത് വീതിച്ച് വിഭാഗിച്ചു കൊടുക്കണം. സമൂഹത്തിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക്, പട്ടിണി അനുഭവിക്കുന്നവർക്കെല്ലാം അത് വിഭാഗിച്ചു കൊടുക്കണം. അനുഗ്രഹിക്കപ്പെടുന്നവരെ കൊടുത്തില്ലെങ്കിൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടുകയില്ല. കൊടുക്കുമ്പോഴാണ് നമ്മൾ സമർത്ഥമായി അനുഗ്രഹിക്കപ്പെടുന്നത്. ദൈവം നമ്മൾ ആവശ്യപ്പെടുന്നു, നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മെ തന്നെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ സമർപ്പിക്കാം. കാരുണ്യവാനും ശക്തനുമായ ദൈവമേ, സ്വീകരിക്കുന്നതിനേക്കാൾ കൊടുക്കുന്നതാണ് ശ്രേയസ്കരമെന്ന് അങ്ങ് തിരുവായി അരുളി ചെയ്തല്ലോ. അങ്ങയുടെ വചനത്തിൻ്റെ കൽപ്പനയനുസരിച്ച് അങ്ങയുടെ വലിയ ശക്തമായ ആവശ്യം ഇന്നും ഞങ്ങൾ തിരിച്ചറിയുന്നു കർത്താവേ. ഞങ്ങൾക്കുള്ളതിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് പൂർണ്ണമായി സമർപ്പിക്കുന്നു. ദൈവമേ, പൊന്നോ വെള്ളിയോ സമ്പത്തോ അധികമായി ഞങ്ങൾക്ക് അങ്ങേക്കായിട്ട് നൽകാനില്ല നാഥ. എങ്കിലും ഞങ്ങൾക്കുള്ളതിൻ്റെ എല്ലാം ദശാംശം ഞങ്ങൾ അങ്ങേക്ക് നൽകുന്നു. കാരുണ്യവാനെ, അതിനേക്കാളുപരി തകർന്നതും നാറ്റം പിടിച്ചതും ആർക്കും വേണ്ടാത്തതുമായ ദുഃഖം നിറഞ്ഞ, വേദന നിറഞ്ഞ, കീറിമുറിഞ്ഞ ഒരു ശരീരം, ഒരു ഹൃദയം, ഒരാത്മാവ് ഞങ്ങൾ അങ്ങേക്കായിട്ട് നൽകുന്നു കർത്താവേ. രോഗാതുരമായ ആത്മാവിനെ, രോഗാതുരമായ ശരീരത്തെ, രോഗാതുരമായ മനസ്സിനെ അങ്ങ് ശുദ്ധീകരിക്കണമേ. ഒരുപക്ഷെ ഇത് മറ്റുള്ളവർക്ക് രുചിയില്ലാത്തതും വെറുപ്പുളവാക്കുന്നതും പഴകിയതും അഴുകിയതുമാകാം. നാഥ, അങ്ങതിനെ ശുദ്ധീകരിക്കണമേ. ഇത് അനുഭവിക്കുന്നവർക്ക്, ഇതുമായിട്ടടുത്തു വരുന്നവർക്ക്, ഞാനെന്ന വ്യക്തി, എൻ്റെ ആത്മാവും എൻ്റെ മനസ്സും എൻ്റെ ശരീരവുമാകുന്ന ഈ വ്യക്തിത്വം പൂർണ്ണമായിട്ട് അങ്ങയുടെ ആണിപ്പാടുള്ള തൃപ്പാദങ്ങളിലേക്ക് ചേർത്ത് സമർപ്പിക്കുന്നു നാഥ. അങ്ങെടുക്കണമേ, അങ്ങ് ശുദ്ധീകരിക്കണമേ. സ്വർഗം തുറന്ന് അനുഗ്രഹം വർഷിക്കപ്പെടട്ടെ. ഞാനായിരിക്കുന്ന സ്ഥലത്ത് മുഴുവനായും എന്നോട് ആരിടപെടുന്നുവോ അവരെല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ. ഞാനായിരിക്കുന്ന ദേശം മുഴുവനും അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാ ദുഷ്ടശക്തികളും, പ്രകൃതിക്ഷോഭങ്ങളും, എല്ലാ പീഡകളും, രോഗങ്ങളും, വ്യാധികളും, പൈശാചിക ഉപദ്രവങ്ങളും അങ്ങയുടെ വലിയ നാമത്തിൻ്റെ ശക്തിയാൽ എന്നിൽ നിന്ന് നീങ്ങിപ്പോകട്ടെ. അങ്ങയുടെ സ്നേഹത്തിനായിട്ട് പൂർണ്ണമായിട്ട് സന്നിധിയിലേക്ക് സമർപ്പിക്കുന്ന നാഥ, കരുണയോടെ കേട്ട് ഉത്തരമരുളി സഹായിക്കുമാറാകണമേ. ആമേൻ.